ഇടുക്കിയിൽ കട്ടപ്പനയിൽ +2 വിദ്യാർത്ഥി എസ്.ഐ മർദ്ദിച്ച സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, വലിയ വിമർശനം തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏത് രീതിയിലായിരുന്നു ആ വിമർശനവും ഒപ്പം ഇടപെടലും? കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. നെടുങ്കണ്ടം കൂട്ടാർ സ്വദേശിയായ ആസിഫ് എന്ന 18 വയസ്സുകാരനാണ് കട്ടപ്പന പോലീസ് എസ്.ഐ ആയിരുന്ന സുനേഗ് പി ജെയിം അതുപോലെ തന്നെ CPI മനു പി ജോസും ചേർന്ന് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഈ കള്ളക്കേസിൽ കുടുക്കി ഈ കുട്ടിയെ ജയിലിലാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പരാതിയുമായി മനുഷ്യാവകാശ കമ്മീഷനടുത്ത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകിയ സാഹചര്യത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുതരമായ വീഴ്ചകൾ ഈ എസ്.ഐക്കും അതുപോലെ തന്നെ CPIക്കും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായത്. കൂടാതെ ഈ സംഭവങ്ങൾ വീഴ്ച മറച്ചുവെക്കാൻ SP അടക്കമുള്ളവർ അതിന് റിപ്പോർട്ടുകൾ സമർപ്പിച്ചുവെന്നും ഈ മനുഷ്യാവകാശ കമ്മീഷൻ പ്രധാനമായും പറഞ്ഞു വെക്കുന്നു. അതായത് വിദ്യാർത്ഥിയെ മർദ്ദിച്ച SIയുടെ വീഴ്ച മറച്ചുവെക്കാൻ SP റിപ്പോർട്ട് നൽകിയെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്. സംഭവത്തിൽ വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് SIയെ നിലവിലിപ്പോൾ റേഞ്ച് DIG സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അടുത്ത മാസം തൊടുപുഴയിൽ നടക്കുന്ന സിറ്റിംഗിൽ SPയും അതുപോലെ തന്നെ കട്ടപ്പന DYSPയും നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നുള്ളൊരു കാര്യമാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ബൈക്ക് ഓടിച്ച് എത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു തർക്കങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഏപ്രിൽ 25-ന് വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ SI ആസിഫിനെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് മർദ്ദിക്കുകയും ചെയ്തത്. ബന്ധുവായ ഒരു കുട്ടിയെയും ഇത്തരത്തിൽ ഇവർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവരുടെ പരാതിയിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഈ SPക്കും അതുപോലെ തന്നെ DYSPക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഏതു തരത്തിലുള്ള വിശദീകരണമാവും ഇനി ഇവർ മനുഷ്യാവകാശ കമ്മീഷൻ മുന്നിൽ വെക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.